ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ സിയാമു യൗമി അറഫ, അറഫയുടെ 9ാമത്തെ ദിവസത്തെ അറഫയുടെ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അറഫയുടെ ദിവസത്തിന്റെ നോമ്പനുഷ്ഠിക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അരുൾ ചെയ്ത തിരുവചനങ്ങൾ കാണാം. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അൻ യുതഅബ്ബദ ഫീഹാ മിൻ അശരി ദിൽഹിജ്ജ. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ ചെയ്യപ്പെടുന്ന ഇബാദത്തുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യഅദിലു സിയാമ കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന. അതിലെ ഓരോ ദിവസത്തെ നോമ്പ് ഒരു വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നു. വഖിയാമ കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തുൽ ഖദ്രി. ഈ ദുൽഹജ്ജ് മാസത്തിന്റെ രാവുകളിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ, ഇബാദത്തിൽ വ്യാപൃതനായാൽ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നമസ്കാരം പോലെ ഇബാദത്ത് പോലെ പുണ്യമുള്ളതാണ് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രിയതമയായ ഹഫ്സ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. അർബഉൻ ലം യകുനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യത്റുകുഹുന്ന. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. 4 കാര്യങ്ങൾ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ഒന്നാമത്തേത് സിയാമു യൗമി അശൂറ. ആശുറ ദിവസത്തിന്റെ നോമ്പിനെ, മുഹറം 10ന്റെ നോമ്പ്, ആ നോമ്പിനെ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മുടക്കിയിട്ടില്ല. വൽ അശ്റൂ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെ നോമ്പ്. വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിന്റെയും ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള എല്ലാ മാസത്തിന്റെയും അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസത്തെ 3 നോമ്പുകൾ. ഇതിന് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. വറകഅതൈനി ഖബിലൽ ഗദാ, പ്രഭാത നമസ്കാരത്തിന്റെ മുമ്പ്, സുബഹിന്റെ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നമസ്കാരം. ഈ 4 കാര്യങ്ങളെയും അവിടെ നിന്ന് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല.